ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആഷ് ഫോക്കൽസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ എല്ലാം മൊബൈൽ ഫോണിലെ ബാറ്ററി ചാർജ് ഡ്രൈനായി പോകുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് സെറ്റിങ്സുകൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കുറച്ചുകൂടി സെറ്റിങ്സുകളുണ്ട്, അത് അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്നും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബാക്കി സെറ്റിങ്സുകളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ സെറ്റിങ്സുകളും ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന സെറ്റിങ്സുകളുമെല്ലാം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു ശതമാനം ബാറ്ററി ചാർജ് നിങ്ങൾക്ക് അതിലൂടെ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ സെറ്റിങ്സ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ഇതുപോലുള്ള ഉപകാരപ്രദമായ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളെല്ലാം മൊബൈൽ ഫോണിലെ സെറ്റിങ്സ് ഓപ്ഷൻ എടുക്കുക. അവിടെ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്ന ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്ന ഓപ്ഷനിൽ കുറേ സെറ്റിങ്സുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ അവിടെ വിട്ടുപോയൊരു സെറ്റിങ്സ് ഉണ്ട്. അവിടെ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഓഫായി കിടക്കുകയാണെങ്കിൽ, ആ ഒരു ഓപ്ഷൻ ഓഫായിട്ടാണുള്ളതെങ്കിൽ അത് എനേബിൾ ചെയ്ത് കൊടുക്കുക, അത് ഓണാക്കി കൊടുക്കുക. ആ ഒരു ഓപ്ഷൻ നമുക്ക് ഓണാകുന്നതിലൂടെ നമ്മുടെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യുന്നതാണ്. പുറമേ ഉള്ള ലൈറ്റ് അനുസരിച്ച് നമ്മുടെ ഡിസ്പ്ലേയിലുള്ള ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. അങ്ങനെ അത് കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് മാനുവലായിട്ട് കൂട്ടുകയോ കുറയ്ക്കേണ്ട ആവശ്യമില്ല. അത് പുറമേ ഉള്ള ലൈറ്റ് അനുസരിച്ച് കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ തീർച്ചയായും നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ശേഷം വീണ്ടും സെറ്റിങ്സിലേക്ക് വരിക. അവിടെ സെർച്ച് ബാറിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഓണായിട്ടാണ് ഉള്ളതെങ്കിൽ അത് ഓഫ് ചെയ്യുക. അത് ഓണായി കിടന്നാൽ നമ്മുടെ ഫോണിൽ ഡിസ്പ്ലേ അത് എപ്പോഴും ഓണായി തന്നെ കിടക്കും. നമ്മൾ സ്ക്രീൻ ഓഫ് ചെയ്താലും ചില കാര്യങ്ങൾ, ഇപ്പോൾ ക്ലോക്കും മറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്യുകയാണെങ്കിലും അത് നമ്മൾ സ്ക്രീൻ ഓഫ് ചെയ്താലും ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്യുന്നതിലൂടെ അതെപ്പോഴും ഓണായിട്ടാണ് ഉണ്ടാവുക. അതിലൂടെ നമുക്ക് ബാറ്ററി ചാർജ് നഷ്ടമാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ശേഷം വീണ്ടും സെറ്റിങ്സിലോട്ട് വരിക. സെർച്ച് ബാറിൽ നോട്ടിഫിക്കേഷൻ എന്ന് സെർച്ച് ചെയ്യുക. നോട്ടിഫിക്കേഷൻ പോപ്പ് സ്റ്റൈൽ എന്ന രണ്ട് ഓപ്ഷൻ കാണാം. ബ്രീഫ്, ഡീറ്റെയിൽഡ് എന്ന ഓപ്ഷൻ. അഥവാ നമുക്ക് മറ്റൊരു ഡിവൈസിൽ നിന്ന് നമ്മുടെ ഫോണിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ ഏത് സ്റ്റൈലിൽ കാണണം എന്നാണ് ഈ ഒരു രണ്ട് ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രീഫ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഹെഡ്ലൈൻ എന്ന നിലക്ക് നമുക്ക് വളരെ ഷോർട്ടായിട്ടായിരിക്കും കാണാൻ സാധിക്കുക. എന്നാൽ ഡീറ്റെയിൽ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടും നല്ലത് ബ്രീഫ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതാണ്. ശേഷം താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ ഏതൊക്കെ ആപ്ലിക്കേഷനിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് മോർ എന്ന ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനിൽ വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആവശ്യമില്ലാത്ത ഓരോ ആപ്ലിക്കേഷൻ വരുന്ന നോട്ടിഫിക്കേഷൻ നമുക്കിവിടെ ഓഫാക്കി കൊടുക്കാം. വളരെ അത്യാവശ്യമുള്ളത് മാത്രം ഓണായി കൊടുത്തിട്ട് ആവശ്യമില്ലാത്തതെല്ലാം ഓഫ് ചെയ്യുക. അതിലൂടെ നമുക്ക് ബാറ്ററി ചാർജ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, വീണ്ടും സെറ്റിങ്സിലോട്ട് വരിക. ഇവിടെ സെർച്ച് ബാറിൽ ബാറ്ററി എന്ന് സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ ബാറ്ററി എന്നോ അല്ലെങ്കിൽ ബാറ്ററി പെർഫോമൻസ് എന്ന ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പേജിൽ നമ്മുടെ ബാറ്ററിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് പവർ സേവിങ് എന്ന ഓപ്ഷൻ കാണാം, അത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അത് ഓഫായിട്ടാണ് ഉള്ളതെങ്കിൽ അത് ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനിലും എത്രത്തോളം ബാറ്ററി പിടിക്കുന്നുണ്ടെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്ന് വ്യൂ ഡീറ്റെയിൽസ് കൊടുത്താൽ നമുക്കിവിടെ എല്ലാ ആപ്ലിക്കേഷനും ഏതൊക്കെ ആപ്ലിക്കേഷനിലും എത്രത്തോളം നമ്മുടെ ബാറ്ററി ചാർജ് നഷ്ടമാകുന്നുള്ളതെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിന്ന് യൂട്യൂബ് ഉപയോഗിച്ചത് 35.8% യൂട്യൂബിൽ നിന്നും ഇന്ന് എനിക്ക് ബാറ്ററി ചാർജ് നഷ്ടമായിട്ടുള്ളത്. അതും ഓൺ സ്ക്രീനിലാണ്, സ്ക്രീൻ വർക്ക് ചെയ്ത സമയത്താണ്.
ഓൺ സ്ക്രീനായ സമയത്താണോ നമുക്ക് ബാറ്ററി നഷ്ടപ്പെട്ടത്, അല്ല ഓഫ് സ്ക്രീൻ ആയിരിക്കുമ്പോഴാണോ? അപ്പോൾ നമുക്കത് മനസ്സിലാക്കിയാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് അനാവശ്യമായ ആപ്ലിക്കേഷനുകളൊക്കെ ആണെങ്കിൽ, നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകളൊക്കെ ആണെങ്കിൽ നമുക്കത് ഒന്ന് നോട്ട് ചെയ്യുകയും അത് ഒന്നുകിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യുകയും അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം ഒന്ന് കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നതാണ്. വീണ്ടും നിങ്ങൾ സെറ്റിങ്സിലോട്ട് വരിക. താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ എബൌട്ട് ഫോൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. ഇവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ ബിൽഡ് നമ്പർ എന്നൊരു ഓപ്ഷൻ കാണാം. ചിലവരുടെ ഫോണിൽ ബിൽഡ് നമ്പറിന് പകരം MIUI എന്നൊരു ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ 7 പ്രാവശ്യം കണ്ടിന്യൂ ആയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. തുടർച്ചയായിട്ട് തന്നെ 7 പ്രാവശ്യം നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ സെറ്റിങ്സിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ പ്രത്യക്ഷപ്പെടുന്നതാണ്. അതിനു മുമ്പ് ആ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താലേ ആ ഒരു ഓപ്ഷൻ ഇവിടെ പ്രത്യക്ഷപ്പെടും. നിങ്ങൾ ബിൽഡ് നമ്പർ എന്ന ഓപ്ഷൻ നിങ്ങൾ 7 പ്രാവശ്യം കണ്ടിന്യൂ ആയിട്ട് തന്നെ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്കിവിടെ ഡെവലപ്പർ ഓപ്ഷൻ ഇവിടെ എനേബിൾ ആണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ. എന്നിട്ട് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അപ്പോൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ ഇവിടെ വിൻഡോ ആനിമേഷൻ സ്കെയിൽ, ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ, ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ എന്ന 3 ഓപ്ഷൻ നമുക്ക് കാണാം. നമ്മുടെ ഓരോ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഓപ്പൺ ആകുന്നത് ആനിമേഷനായിട്ടാണ്. അതുകൊണ്ട് ആനിമേഷൻ ഓഫ് ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ ബാറ്ററി ചാർജ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു 3 ഓപ്ഷനും നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഒക്കെ ആ 3 ഓപ്ഷനും ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്ലേ സ്റ്റോറിലെ ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ്. മൊബൈൽ ഫോണിലുള്ള ആപ്ലിക്കേഷനുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പലരുടെയും ഫോണിൽ എനേബിൾ ആയിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ വന്നാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഡെയിലി 1-2 ആപ്ലിക്കേഷനുകളൊക്കെ നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഓണായി കിടന്നാൽ നമുക്ക് ബാറ്ററി ചാർജ് നഷ്ടമാകുന്നതാണ്. ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ ഓഫ് ചെയ്യണം. അപ്പോൾ അതിനായി നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ താഴെ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. സെറ്റിങ്സ് എന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ താഴെ നെറ്റ്വർക്ക് പ്രിഫറൻസസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിലായിരിക്കും നമ്മുടെ ഓട്ടോ അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവുക. അതിലില്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടെത്തുക, ഒരു ഓപ്ഷൻ എന്തായാലും ഉണ്ടാകും. എന്നിട്ട് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. ഇവിടെ 4 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും താഴെ കാണുന്ന 2 ഓപ്ഷൻ, ഒന്ന് അപ്ഡേറ്റ് ഓവർ വൈഫൈ ഉള്ളി എന്ന ഓപ്ഷൻ, പിന്നെ ഡോൺ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന ഓപ്ഷൻ. അപ്ഡേറ്റ് ഓവർ വൈഫൈ ഉള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ ആപ്ലിക്കേഷനുകളൊക്കെ വൈഫൈ കണക്ഷൻ ചെയ്തതിന് ശേഷം അതിലൂടെ അപ്ഡേറ്റ് ആവുന്ന ഒരു ഓപ്ഷനാണ്. വൈഫൈ കണക്ട് ചെയ്താൽ അപ്ഡേറ്റ് ആവുന്ന ഒരു ഓപ്ഷൻ. ഏറ്റവും താഴെ കാണുന്നത് ഡോൺ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ്, അഥവാ നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ വേണ്ട എന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടാലൊന്നും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡോൺ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ബാറ്ററി ചാർജ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ പുറമെ നിങ്ങൾ എപ്പോൾ ഫോൺ ഉപയോഗിച്ചാലും ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ആപ്ലിക്കേഷൻ, നമ്മൾ പല ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പോകും. ആപ്ലിക്കേഷൻ എപ്പോഴും വർക്കിങ്ങിലായിരിക്കും, ബാക്ക്ഗ്രൗണ്ടിൽ വർക്കിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോൺ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മളുമായിട്ടും അതിൽ നിന്ന് എക്സിറ്റ് ആവുക. അവിടെ ഒന്നുകിൽ ക്ലോസ് ഓൾ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്മൾ പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്യുക. ഒരിക്കലും ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ ഓണായി കിടക്കാൻ പാടില്ല. അങ്ങനെ കിടന്നാൽ നമുക്ക് അതിലൂടെ നല്ല രീതിയിൽ തന്നെ ബാറ്ററി ചാർജ് പോകുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിലും ഈ ഒരു വീഡിയോയിലും പറഞ്ഞ സെറ്റിങ്സുകളെല്ലാം ഒന്ന് നിങ്ങളുടെ ഫോണിൽ ഒന്ന് കറക്റ്റ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുക എത്രത്തോളം നിങ്ങൾക്ക് ബാറ്ററി ചാർജ് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന്. എന്നിട്ട് നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ്